വൺ പീസ് എന്ന് പറഞ്ഞാൽ വൺ പീസ് അനിമെ, വൺ പീസ് ടെലിവിഷൻ സീരീസ് ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ എല്ലാവരും വിചാരിച്ച് ഇത് എന്താണെന്ന് വിചാരിച്ചെന്നാ മുതിർന്നവരൊക്കെ വിചാരിക്കും എന്തിനാണ് ഈ നമുക്ക് കുട്ടികളൊക്കെ ഇരുന്ന് ഇത് കാണുന്നത്, അതൊരു കാർട്ടൂൺ അല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇത് കാർട്ടൂൺ അല്ല, ഇതൊരു വേൾഡ് ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ അകത്ത് കുറേ കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റോറിയുടെ അകത്ത് തന്നെ പല സബ് സ്റ്റോറീസും ഉണ്ട്. പലതരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ ഒരു സ്റ്റോറി നടക്കുന്നുണ്ടിടയ്ക്കുമ്പോൾ തന്നെയായിരിക്കും സ്റ്റോറിയുടെ ഒരു ബന്ധമില്ലാത്ത പല ക്യാരക്ടേഴ്സും അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ കയറി വരും. നമുക്ക് തന്നെ തോന്നും ഇതെന്താണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നിരിക്കും. വൺ പീസ് ഒരു ജനറലായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കഥയായിട്ട് പറയുകയാണെങ്കിൽ, ഒരു 17 വയസ്സുകാരൻ കടലിലേക്ക് ഒരു ദിവസം യാത്ര പോവുകയാണ്. കുറച്ച് കൂട്ടുകാരെ കണ്ടുപിടിച്ച് അവൻ ആ യാത്ര ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവൻ പുറപ്പെട്ടൊരു യാത്രയാണ്. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ് ഓഫ് ദി പൈററ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മഹാനായിട്ടുള്ള പൈററ്റിൻ്റെ എല്ലാ സ്വത്തുക്കളും ഒരു ഐലൻഡിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ലാഫ്റ്റ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡ്. ആ ഐലൻഡിൽ പോയിട്ട് ആ കൊച്ചിനെ ഈ സ്വത്തുക്കളൊക്കെ കണ്ടുപിടിക്കണം. അവൻ അതിന് വേണ്ടിയിട്ട് ഈ കടലിലൂടെ യാത്ര നടത്തുകയും ആ യാത്രയിലൂടെ ഉണ്ടാവുന്ന രസകരമായിട്ടുള്ള സംഭവ വികാസങ്ങളുമാണ് വൺ പീസിൻ്റെ പ്രധാന കഥ. അപ്പോൾ വൺ പീസ് എന്താണെന്ന് മനസ്സിലായി. ഇപ്പോഴും ആളുകൾക്ക് വൺ പീസ് ഒരു ഒരു പണമാണെന്നുള്ള രീതിയിലാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. അതെന്താണെന്നുള്ളത് ശരിക്കും ആളുകൾക്ക് അതെന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. വർഷങ്ങളായിട്ട് അതിൽ സ്പെക്കുലേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്കും അത് വൺ പീസ് എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഞാനത് സ്പെക്കുലേഷൻ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഈ യാത്രക്കിടയിൽ നടക്കുന്ന സംഭവം, രസകരമായിട്ടുള്ള കഥയും വേൾഡ് ബിൽഡിങ്ങും വേൾഡ് ഗവൺമെൻറ്റുമായിട്ടുള്ള പ്രശ്നങ്ങൾ, വേൾഡ് ഗവൺമെൻറ് കെടുകാര്യസ്ഥയും മറീൻസിൻ്റെ കെടുകാര്യസ്ഥയും അവരുമായിട്ടുള്ള മകിടുകുപ്പിയുടെ പ്രശ്നങ്ങളും ഒക്കെ, പിന്നെ വിൽ ഓഫ് ദി ഡി എന്നൊക്കെ പറഞ്ഞ്, പിന്നെ വോയിസ് ഓഫ് ഓൾ തിങ്സ്. അപ്പോൾ ഇതിൻ്റെ ഓരോരോ പവർ സിസ്റ്റങ്ങൾ, ഡബിൾ ഫ്രൂട്ട്, ഹാക്കി, പിന്നെ 6 പവേഴ്സ്, ഇങ്ങനെ ഓരോരോ പവർ സിസ്റ്റംസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ഡൗട്ട് ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേകത, ഡൗട്ട് ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീന്താൻ പറ്റില്ല. നിങ്ങളുടെ സീപ്സം സോണ്ട് എന്നൊരു സ്റ്റോൺ ഉണ്ട്, ആ സ്റ്റോൺ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പവർ പോകും. അങ്ങനെ വിചിത്രമായിട്ടുള്ള ഫ്രൂട്ടൊക്കെ ഉള്ള വേൾഡാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇതിങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ സ്ലൈസ് ഓഫ് ലൈഫ് ഉണ്ട്, വേൾഡ് ബിൽഡിംഗ് ഉണ്ട്, നമ്മൾ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്, ലവിനെ കുറിച്ച്, അഡ്വെഞ്ചറിനെ കുറിച്ച്, പിന്നെ ആക്ഷൻ, ഡ്രാമ, ഇതെല്ലാം കൂടി ഉള്ളതുകൊണ്ടാണ് ഇതിപ്പോഴും സക്സസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളിത് കാണണം.